16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ 3ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കറും മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. രാവിലെ 8:56 കൂടിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമസഭയിലേക്ക് എത്തിയത്. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ഇൻചാർജ് ഷാജി സി ബേബി തുടങ്ങിയവർ ചേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ നിയമസഭയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് സഭയിലെത്തിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പൊതുനന്മയ്ക്കായി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഗവർണർ വ്യക്തമാക്കി. From the words of the first Prime Minister of India, Pandit Jawaharlal Nehru, quote, "To work together is better than to work singly, and to work together for the common good is best of all," unquote. ഇന്ദിരാ ഗ്യാരണ്ടികൾ, സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾ, വിവിധ വകുപ്പുകൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചും ഗവർണർ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. പിന്നീട് ദേശീയ ഗാനത്തിന് ശേഷം സ്പീക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഗവർണറെ യാത്രയാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ സമാപിച്ചു. നമസ്കാരം.